രണ്ട് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസ് നൽകിയ പരാതിയിൽ സുപ്രീം കോടതിയിൽ നിന്നും നടപടി വരുന്നു എന്നുള്ള വാർത്തകൾ ജനാധിപത്യ വിശ്വാസികൾക്ക് ഏറെ ആഹ്ലാദം തരുന്ന ഒന്നാണ്. അതായത് ഹരിയാന, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അട്ടിമറി നടന്നു എന്ന് കാണിച്ച് കോൺഗ്രസ് നേതാവായ ജയറാം രമേശാണ് സുപ്രീം കോടതിയിൽ പരാതി നൽകിയിരിക്കുന്നത്. അതിനാണ് ഇപ്പോൾ സുപ്രീം കോടതി നടപടികളിലേക്ക് കടക്കുന്നതും. ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാറും ഉടൻ തന്നെ സുപ്രീം കോടതിയിൽ ഹാജരാകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. മോദിയും രാജീവ് കുമാറും ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ഹാജരാകേണ്ടതുണ്ട് എന്ന് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് കൂടിയായ സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിടേണ്ടി വരുന്നത് കേന്ദ്ര സർക്കാരിനായിരിക്കും. അതായത് കേന്ദ്രവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചില നീക്കുപോക്കുകൾ നടത്തുന്നു എന്നുള്ള കോൺഗ്രസിന്റെ ആരോപണമാണ് ഇവിടെ ശരിവയ്ക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള പരാതിയാണ് ജയറാം രമേശിനുള്ളത്. 1961 തെരഞ്ഞെടുപ്പ് ചട്ടം പറയുന്നത് ഭേദഗതികൾ കൂടാതെ എല്ലാ രീതിയിലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസുകളും ആരാവശ്യപ്പെട്ടാലും നൽകണമെന്നുള്ളതാണ്. എന്നാൽ ആ ചട്ടത്തെ ഭേദഗതി ചെയ്തിരിക്കുകയാണ്. ആ ചട്ടം ഭേദഗതി ചെയ്തതോടുകൂടി ആ ചട്ടത്തിൽ പറയുന്നവ ഒഴികെ മറ്റേത് രേഖയും ഹാജരാക്കേണ്ടി വരും. ആ ചട്ടത്തിൽ പറയുന്നത് CCTV ദൃശ്യങ്ങൾ, വെബ്കാസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ ഒഴിവാക്കപ്പെടുകയാണ്. ഇവിടെയാണ് ഒരു ഡീൽ കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ള ആക്ഷേപം കോൺഗ്രസ് ഉയർത്തുന്നത്. ഈ വിഷയം ചൂണ്ടിക്കാണിച്ചാണ് കോൺഗ്രസ് സുപ്രീം കോടതിയിൽ പരാതിയുമായി പോയിരിക്കുന്നത്. സുപ്രീം കോടതിക്കും ഈ കാര്യത്തിൽ കൃത്യമായ ബോധ്യമുണ്ട്. അതായത് ഏതാണ്ട് 60 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു നിയമം എന്തുകൊണ്ട് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വളരെ തിടുക്കപ്പെട്ട് ഭേദഗതി വരുത്തിയെന്നുള്ള ചോദ്യം ഇപ്പോൾ കേന്ദ്രത്തെ കുരുക്കിലാക്കിയിരിക്കുകയാണ്. ഈ വിഷയത്തിന്റെ അന്വേഷണത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസിന്റെ ആരോപണം ശരിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരിനും എന്തോ ഇടപാടുണ്ട്. ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് കോൺഗ്രസിന്റെ ആരോപണം വെറും രാഷ്ട്രീയമായ ആരോപണം മാത്രമാണ് എന്നതാണ്. അതായത് തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നവർ എല്ലായ്പ്പോഴും കമ്മീഷനെ കുറിച്ച് മോശം അഭിപ്രായം പറയുമെന്നതാണ് കമ്മീഷൻ പറഞ്ഞു വയ്ക്കുന്നത്. എന്നാൽ ഇത് വെറുമൊരു രാഷ്ട്രീയ ആരോപണം മാത്രമല്ല എന്നത് ഇവിടെ വ്യക്തമാവുകയാണ്. രാജീവ് കുമാർ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ എന്ന് സുപ്രീം കോടതി നിലപാടെടുക്കുമ്പോൾ ഒരു കാര്യം മറനീക്കി പുറത്തുവരും. ഇത്തരം ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താൻ കേന്ദ്ര സർക്കാരിനൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തിന് കൂട്ടുനിന്നു എന്ന് രാജീവ് കുമാർ മറുപടി പറയേണ്ടി വരും. അങ്ങനെ വന്നാൽ രണ്ട് സംസ്ഥാനങ്ങളിലും വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.